തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് അല്ല, ശോധനയെ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു. ആയുർവേദവും ഹോമിയോപ്പതിയും ഒരു രോഗത്തെയും പെട്ടെന്ന് ശമിപ്പിക്കരുത്. അതിന്റെ ഫലമാണ്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വികാസത്തിന്റെ ഫലമാണ് ആയുർവേദ കാലഘട്ടങ്ങളിൽ കാണാതിരുന്ന ഈ രോഗങ്ങൾ ഇന്ന് വളരെ കൂടുതലായി വന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു രോഗം കാലാന്തരത്തിൽ ഇല്ലാതായതിന് ഉദാഹരണമാണ് ശുഖരോഗം. അതിന്ന് കാണുന്നില്ല. അതേപോലെ തന്നെ പുതുതായി ആവിർഭവിച്ച ചരകസുശ്രുതാദികളുടെ കാലത്തില്ലാതിരുന്നതാണ് സിഫിലിസ് പോലുള്ള രോഗങ്ങൾ. മാധവനിദാനകാരനും ഒക്കെ ഭാവപ്രകാശവും ഒക്കെ അതിന്റെ 4 അവസ്ഥകളും വർണ്ണിച്ച് പറയുന്നുണ്ട്. പ്രഥമവും ദ്വിതീയവും ഒക്കെ വർണ്ണിച്ച്. അപ്പോൾ രോഗങ്ങൾ അങ്ങനെ പുതുത് കാലാന്തരത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് കഴിക്കുന്ന ശമനകാരികളായ ഔഷധങ്ങൾ ശോധന ചെയ്യാതെ കഴിക്കുന്നത് കൊണ്ട്. ഞാൻ ആ എഴുതി തന്ന മരുന്നുകളിൽ ശോധനാപ്രധാനങ്ങളായ മരുന്നുകൾ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ സൂചിപ്പിച്ചു. അതായത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് രോഗത്തെ ശോധിച്ച് കഴിഞ്ഞു വേണം ചെയ്യാൻ. അല്ലാതെ തടഞ്ഞാൽ നിശ്ചയമായും പുതിയ രോഗങ്ങൾ ആവിർഭവിക്കും. ക്യാൻസർ അത്തരമൊരു രോഗമായി തന്നെ വേണം കരുതാൻ. അതിന് ആയുർവേദത്തിൽ പ്രധാനമായി ചെയ്യേണ്ടത് പഞ്ചകർമ്മങ്ങളാണ് ഏറ്റവും അതിന് ശ്രദ്ധേയം. അത് ഞാൻ സൂചിപ്പിച്ചു. കാരണം പ്രാകർമ്മങ്ങളില്ലാതെ നിങ്ങൾ വസ്തി ചെയ്യില്ല. പ്രാകർമ്മങ്ങൾക്ക് ശേഷമുള്ള വസ്തി രസായന യോഗ്യമാണ്. അതാണ് ക്യാൻസറിന് ഏറ്റവും ഫലപ്രദം. അത് നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറുമായിട്ട് ചെറുതായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒരു കുടിപ്രവേശം ചെയ്യാനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം അത് തുടങ്ങുമായിരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട്. അപ്പോൾ ശരിക്ക് പ്രാകർമ്മങ്ങളോടുകൂടി പഞ്ചകർമ്മം വളരെ ഇതായി ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൽ പലതും പോയി കിട്ടും. അതാണ് ഹേതു വിപരീതത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ചികിത്സയും. അതുകൊണ്ട് അതിന് ഇന്നത്തെ തിരക്കിലും ഇതിലും മനുഷ്യന് പറ്റിയില്ലെങ്കിൽ നമ്മൾ വിരേചന വമനാദികളെങ്കിലും ശ്രദ്ധാപൂർവം ചെയ്യുകയും അഭ്യംഗാദികൾ പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്താൽ കുറച്ച് നല്ല മാറ്റം കിട്ടും. അതിലൊരു മരുന്നും കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. ചോദിച്ചുകൊണ്ട് ആവണക്കിൻ്റെ എണ്ണയിൽ കാഞ്ഞിരത്തിൻ്റെ വേര് ഒന്ന് എഴുതിക്കുള്ളൂ. അത് ചോദിച്ചത് നന്നായി. കാഞ്ഞിരത്തിൻ്റെ വേര്, അരത്ത, കൊട്ടം, മഞ്ഞൾ ഇവ ചേർത്തൊരു എണ്ണ കാച്ചി നെറുകയിൽ വെച്ചാൽ അല്പം കഴിക്കാനും കൊടുത്താൽ നല്ലതാണ്. പക്ഷെ അളവ് കൂടരുത്. കാഞ്ഞിരാണ്, സ്ട്രിക്നിനുണ്ട്. ഇത് ശോധനായോഗ്യവും ശമനയോഗ്യവുമാണ്. ഇത് പഴയൊരു പ്രയോഗമാണ്. എല്ലായോ കൊട്ടം, മഞ്ഞൾ, അരത്ത, കാഞ്ഞിരത്തിന്റെ വടക്കോട്ട് പോയ വേരാണ് പറയുന്നത് പർട്ടിക്കുലറായി. അവിടെ കിണയിൽ കാച്ചിയെടുക്കും. അത് വളരെ ഫലപ്രദമാണ്. അത് ഗുദത്തിലൊക്കെ വരുന്നതാണെങ്കിൽ ശരിക്ക് വസ്തിയിൽ വരെ ഉപയോഗിക്കാം നല്ല രീതിയിൽ. പിന്നെ ലേപത്തിന് ഉപയോഗിക്കാം, ലേപനമായി ഉപയോഗിക്കാം. ചെറിയ അളവിൽ കഴിക്കാൻ കൊടുക്കാം. ഒരു 15 തുള്ളി 25 തുള്ളി വരെയൊക്കെ കഴിക്കാൻ കൊടുക്കാം. രോഗത്തെയും ആളിന്റെ ബലത്തെയും ആയുസ് പ്രായത്തെയും ഒക്കെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നെറുകയിൽ വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു അരമണിക്കൂർ തളമായിട്ട് വെച്ചാൽ നല്ല ഫലം കിട്ടും. വളരെ ഫലപ്രദമാണ്. ഇത് മാത്രം ചെയ്ത് കേരളത്തിൽ ചികിത്സിക്കുന്ന കുടുംബങ്ങൾ പണ്ടുണ്ടായിരുന്നു. അവർക്കാകെ ഈ മരുന്നേ അറിയുള്ളൂ. അല്ലാതെ വേറെ അവരുടെ പൂർവികരും മരുന്ന് മാത്രമല്ല ശാസ്ത്രവും അറിഞ്ഞ് ചികിത്സിച്ചിരുന്നവരാണ്. പിന്നെ ഏതോ കുറിപ്പടിയിൽ നിന്ന് അവർക്ക് ആ മരുന്ന് മാത്രം കിട്ടുകയാൽ ഇത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം സാധാരണഗതിയിൽ വാദവികാരം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ വരെ ഫലപ്രദമാണ്. കഫദുഷ്ടിയിലാണെങ്കിൽ 100% മാറും. പൈത്തിക വികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃച്ഛ്രസാധ്യമാണ്. പക്ഷെ വാദവികാരത്തിലും കൊടുക്കാം, ചിലതിന് ഫലം കിട്ടും. ഹൃദ്രോഗം എന്ന് പറയുന്നതിന് ആകെപ്പാടെ ഒരു 4-5 മരുന്നേ ആകെ വേണ്ട. പക്ഷെ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം. ഹൃദ്രോഗത്തിന് ഏറ്റവും ഫലപ്രദമായത് ബലാതൈലം നല്ലതാണ്. ധാന്വന്തരം മെഴുപ്പാകം നല്ലതാണ്.
ബലാതൈലം, ധാന്വന്തരം മെഴുപ്പാകം, അഷ്ടവർഗം കഷായം, ഭദ്രാവേരാദി കഷായം, തന്നെ രാസ്നാദശമൂലഘൃതം. ഇത്രയേ ആവശ്യം. അതിലേതാണ്ട് 5 തരം ഹൃദ്രോഗവും, ആയുർവേദം ഹൃദ്രോഗത്തെ ആകെ തരത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അത് 5ഉം ഇതുകൊണ്ട് തന്നെ മാറിക്കിട്ടും. അതിനെ കണ്ടീഷൻസൊക്കെ നോക്കി വേണമെങ്കിൽ ശിവാഗുളികയും ചില പ്രത്യേകതയിലൊക്കെ കൊടുക്കാമെന്ന് മാത്രം. വളരെ ഫലപ്രദമാണ്. പിന്നെ ആളുകളുടെ കാശ് കുറേ ഇറങ്ങണമെങ്കിൽ കൂട്ടത്തിൽ അപകടകാരികളല്ലാത്ത മരുന്നുകൾ കൊടുക്കുന്ന ദശമൂലഹരിതകി ലേഹ്യം, ഞാൻ പറയാൻ വിട്ടുപോയ ഏറ്റവും ഫലപ്രദമായ ഔഷധം ദശമൂലഹരി എല്ലാ കണ്ടീഷനിലും കൊടുക്കാറുണ്ട്. ഹൃച്ഛൂല വരുന്നുണ്ടെങ്കിൽ ഗുൽഗുലുവും, ശുദ്ധി ചെയ്ത ഗുൽഗുലുവും, നേർമരുതിന്റെ തൊലിയും, പുഷ്കരമൂലം, പുഷ്കരമൂലവും ഗുൽഗുലുവും മാത്രമായാലും മതി, നേർമരുതിൻ തോലും ഗുൽഗുലുവുമായാലും മതി. 3ഉം കൂടെയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. പൊടിച്ചു വെച്ചിട്ട് 1 ടീസ്പൂൺ വീതം തേനിൽ ചലിച്ചു കൊടുത്താൽ അഞ്ചൈന പെക്ടോറിസ് എന്ന് ആധുനികർ പറയുന്ന ഹൃച്ഛൂല പൂർണ്ണമായി മാറിക്കിട്ടും. അതിലൊരു കേസ് പോലും ഫെയിലുവർ ഉണ്ടാവില്ല. അത്ര ഫലപ്രദമാണ്. പിന്നെ ബ്ലോക്ക് എന്ന് ആധുനികർ പറയുന്നത് വളരെ എളുപ്പത്തിൽ മാറാൻ മൈസൂർ പൂവൻ, ഇവിടെ പാളയംകോടൻ എന്ന് പറയുന്നു, അതിന്റെ വാഴ കൂമ്പ്, മാണി, കൊടപ്പൻ, എന്തോ നിങ്ങളുടെ ഭാഷ, കൊടപ്പൻ, അത് ഒടിക്കുമ്പോൾ വരുന്ന കറ, ഒരു 15 തുള്ളി 1/2 ഔൺസ് വെള്ളത്തിൽ കൊടുത്താൽ ബ്ലോക്ക് അലുക്കും. കാരണം ബ്ലോക്ക് എന്ന് പറയുന്നത് രക്തത്തിലാണ് സംഭവിക്കുന്നത്, അത് കൊഴുപ്പല്ല. കൊഴുപ്പിനെ അല്ല ബ്ലോക്ക് എന്ന് പറയുന്നത്. പറഞ്ഞ് അറിയാവുന്നവർ പോലും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൊഴുപ്പടിഞ്ഞിട്ട് കൊളസ്ട്രോൾ കൂടിയിട്ട് വരുന്നതാണെന്നാണ് ധരിച്ചു വശാകുന്നത്. അനാട്ടമിയും ഫിസിയോളജിയും രചന ശരീരം നല്ലതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ കഴിക്കുന്ന ആഹാരം 13 അഗ്നികളിൽ പചിച്ചു വരുമ്പോഴെല്ലാം നമ്മളിൽ നടക്കുന്ന പ്രക്രിയയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് സ്റ്റാർച്ച് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് ആധുനികരുടെ ഭാഷയിൽ. കൊഴുപ്പെന്ന് പറയുന്നതും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. അതിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജനാണ്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് കൊഴുപ്പായിട്ടാണ്. അഡിപ്പോസ് ടിഷ്യൂകളിലായാലും ലിവറിലായാലും നമ്മൾ ആഹാരത്തെ സൂക്ഷിച്ചു വെക്കുന്നത് കൊഴുപ്പായിട്ട് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം കൊഴുപ്പായി പരിണമിച്ച് സൂക്ഷിച്ച് ആവശ്യത്തിനുള്ള ഊർജ്ജമാകുമ്പോൾ അതാതിന് പറ്റുന്ന വിധത്തിൽ അതിനെ പരിണമിപ്പിച്ച് ഉപയോഗിക്കുകയാണ് പണികൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കൊഴുപ്പാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്ന ധാരണ ശാസ്ത്രീയമല്ല. എന്നാൽ ബ്ലഡിൽ ചിലപ്പോൾ ഇരുമ്പിന്റെ അംശം അതിസൂക്ഷ്മമായി കൂടുമ്പോൾ അശ്മരി പോലെ ബ്ലോക്കുകൾ ഉണ്ടാവും. രക്താശ്മരിക്കുള്ള ചികിത്സകളെല്ലാം ഇവിടെ ഫലപ്രദമാണ്. ഇത് ആകെ ഒരു 15 ദിവസം, പക്ഷെ അളവ് കൂടരുത്. 15 തുള്ളി എന്നുള്ളത് ഫ്രീ ആയി കിട്ടുന്നു എന്നോർത്ത് കൂടുതൽ കഴിച്ചാൽ BP ലോ ആകും. വ്യാനൻ വല്ലാതെ ഇതാവും. വ്യാനന്റെ കോപം പൂർണ്ണമായി പോവുക മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 വീതം ശാഖാനാഡികൾ, 72,000 കലകൾ, അതിലൂടെ വ്യാപിക്കുന്നത് വ്യാനനാണ്. അപ്പോൾ ആ വ്യാനനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് BP താഴും. അതുകൊണ്ട് നോക്കണം, 15 തുള്ളിയിൽ കൂടുതൽ കഴിക്കരുത്. ലോ BP ഉള്ളവർ ആദ്യം കഴിക്കരുത്. അതിൽ സംഭവിക്കുന്നത് വല്യമ്മമാരുടെ ഒരു പ്രയോഗമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഉപ്പേരി ഉണ്ടാക്കാൻ പാളയംകുടങ്കായ അരിഞ്ഞ് ചീനച്ചട്ടിയിലിടും. കറുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. കത്തിക്കരിഞ്ഞാൽ പാളയംകുടങ്കായ അരിയുന്ന കത്തി പെട്ടെന്ന് തേയും, മൂർച്ച കൂടും. അതായത് ഒരു പടലക്കായ അരിഞ്ഞു കഴിയുമ്പോൾ കൈമുറിയും. അതുവരെ മൂർച്ചയില്ലായിരുന്ന കത്തിക്ക്. ഇത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ചാണയിൽ തേച്ചാൽ അത്രയും വേഗം മൂർച്ച വരില്ല. അതിന് കാരണം അത് ഇരുമ്പിനെ അലിപ്പിക്കുന്നതാണ്. അപ്പം ബ്ലഡിലുള്ള ആ ഹീമോഗ്ലോബിന്റെ ഒഴുക്കിൽ ഗാഠത കൂടി വരുന്നതിനെ അലിപ്പിക്കുവാൻ ഇതിൻ്റെ അകത്തെ രാസവസ്തുവിന് വളരെ ഫലപ്രദമായി കഴിയും. അതങ്ങനെയാണ്. അത് വല്യമ്മമാർ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് ഒരു കോമൺ സെൻസിൽ രൂപപ്പെടുത്തി ആരോ എടുത്തിട്ടുള്ള ഒന്നാണ്, പൂർവികരെടുത്തിട്ടുള്ളതാണ് ആ ഔഷധം. ഞാൻ കണ്ടുപിടിച്ചതാണ് എന്നല്ല പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ ഫലപ്രദമാണ്. ബ്ലോക്ക് അലിക്കാൻ ഇത് നല്ലതാണ്. പക്ഷെ ബ്ലോക്ക് അലിക്കാൻ
ഹൃത്തടങ്ങളിൽ ബ്ലോക്ക് കണ്ടമാനമാ സ്രോതസ്സുകളിൽ ഉണ്ടായാൽ അലുക്കാൻ ഇതിനേക്കാൾ ഫലപ്രദമാണ് തേൾക്കട. തേൾക്കട വേര് കഷായം. തേൾക്കട കേട്ടിട്ടുണ്ടാവും. തേക്കിട വേര്, തേൾക്കട വേര്, തേളിന്റെ ഇതുപോലെ പൂവുള്ള, അത് വളരെ ഫലപ്രദമാണ്. അതിന്റെ കഷായം ഒരു 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ചു കൊടുത്താൽ 3 നേരം 1/2 ഗ്ലാസ് വീതം കൊടുത്താൽ ബ്ലോക്ക് മുഴുവൻ അലുക്കും. കൂറുമുള്ളെന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഇങ്ങനെ വളഞ്ഞ മുള്ളുകളോടുകൂടിയ ഇഞ്ച പോലെ ഇലയുള്ള വട്ടത്തിൽ നിൽക്കുന്ന വളരെ സുഗന്ധമുള്ള തളിരോടുകൂടി. ആ തളിര് തിരുമ്മിയാൽ നല്ല സുഗന്ധമുണ്ടാവും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. കൂമുള്ളെന്ന് പറയുമെന്ന് തോന്നുന്നു. അതിന്റെ തളിരില വെള്ളുള്ളി ചേർത്ത് അരയ്ക്കുക. എന്നിട്ട് അല്പം ചൂടുവെള്ളവും ഒരു വെള്ളുള്ളിയും കൂടെ കുടിപ്പിച്ചിട്ട് പുറത്തരച്ചു പുരട്ടുക. ശ്വാസം മുട്ടി നടക്കാൻ വയ്യാതെ ഹൃദയം തിന്ന് തുടങ്ങിക്കഴിഞ്ഞ കേസുകളിൽ ഇത് നല്ലപോലെ കനത്തിൽ പുരട്ടി ഒരല്പം കഴിയുമ്പോൾ അതിൽ നിറയും ഈ അകത്തുള്ള കൃമികൾ. അപ്പോൾ അതങ്ങ് വടിച്ചു കളയുക. അല്ലെ, ഒരുമാതിരി നല്ല ചൂടുള്ള വെള്ളത്തിന് കഴുകി കളയാം. ഒരു പ്രാവശ്യമാകെ ചെയ്യേണ്ടുള്ളൂ. കൃമിജ ഹൃദ്രോഗം അതുകൊണ്ടുമാണ്. അതൊരു പ്രയോഗമാണ്. അതെങ്ങനെയാണ് അകത്തുള്ളത് പുറത്തു വരിക എന്നൊക്കെ ചോദിച്ചാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഉള്ളിലെ വെള്ളുള്ളി അല്പം ചൂടുവെള്ളവും കൂടെ കുടിപ്പിക്കുക. ഇത് കഴിക്കുകയൊന്നും വേണ്ട. ഈ സാധനം അരച്ച് പുറത്ത് പുരട്ടുക. ഇതും വെള്ളുള്ളിയും കൂടെ അരച്ച് പുരട്ടുക. ഒരു 5 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇത് പഴയ ആളുകൾ അവരുടെ ഒരു കുടുംബ ചികിത്സ എന്ന നിലയിൽ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. പലരും ജീവിച്ചിരിപ്പുണ്ട്. എന്താണ് അതിന്റെ സയൻസ് എന്ന് പൂർണ്ണമായി പറഞ്ഞുതരാൻ എനിക്കറിയില്ല. മറ്റേ പാൻക്രിയാസിലെ ക്യാൻസർ. തീർച്ചയായും. അതായത് പാൻക്രിയാറ്റൈറ്റിസിന്റെ എല്ലാ ഘട്ടത്തിലും കൊടുക്കാം. അത് ക്യാൻസറായി പരിണമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കിയിരിക്കേണ്ട 2-3 കാര്യമുള്ളൂ. പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കരുത്. ചിലത് പൊട്ടും. പൊട്ടിയ അവസ്ഥയിൽ കൊടുക്കരുത്. ബാക്കി എല്ലാ അവസ്ഥയിലും ഞങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ബലമുള്ളൊരു ഹോമിയോ മെഡിസിനും ഞങ്ങൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഐറിസ് വേഴ്സിക്കോളർ എന്ന് പറയും. അത് പൊട്ടിക്കഴിഞ്ഞാലും ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ഫലം തന്നിട്ടുള്ളതാണ്. അത് പിന്നെ ഇവിടെ ആയുർവേദമായതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. പൊട്ടിക്കഴിഞ്ഞാലും അത് ഫലപ്രദമാണ്. അല്ലാതെ പൊട്ടാത്ത അവസ്ഥയിലെല്ലാം ഫലപ്രദമാണ്. പൊട്ടിക്കഴിഞ്ഞും വളരെ ചിലർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം വേറെ മരുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ആളുകളെ സമാധാനിപ്പിക്കാൻ കൊടുത്തു നോക്കുക എന്ന അർത്ഥത്തിൽ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൊടുത്തിട്ടുണ്ട്. ചിലതിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കപ്പ തിന്നരുതെന്നുള്ളത് പ്രത്യേകം ഓർക്കും. എനിക്ക് ചോദ്യം മുഴുവൻ മനസ്സിലായി. ഞാൻ അങ്ങനെയാണല്ലോ ഏതാണ്ട് ചില ഔഷധങ്ങൾ പറഞ്ഞു തന്നത്. ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു ശാസ്ത്രമെന്ന് പറയുന്നത് പ്രത്യക്ഷം, അനുമാനം, ആഗമം എന്നിവയെ യോജിച്ചു വെച്ചുള്ള പോക്കാണെന്നും ഒരാൾക്ക് വെറുമൊരു ഉദരം ഭരിക്ക് പോലും വ്യാവസായിക ചികിത്സ ചെയ്യാൻ കഴിയുമെന്നും അതിനൊരു ശാസ്ത്രീയ അടിത്തറയുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നും അതിന് ദൂഷ്യ സമ്മൂർച്ഛനത്തെ നോക്കി വേണം ചെയ്യാനെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശിര തലങ്ങളിൽ വരുന്ന, അതായത് അസ്ട്രോസൈറ്റോമ, ഗ്ലയോമ മുതലായ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ച് ഈ കണ്ടീഷനിലാണ് നമ്മൾ ഇന്ന മരുന്നുകൾ കൊടുക്കുന്നത് എന്ന് അതിന്റെ ശ്ലോകങ്ങളും പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ നിലയിൽ ആയുർവേദത്തിലെ ക്ലാസിക്കൽ റെക്കോർഡുകളിൽ തന്നെ പറഞ്ഞിട്ടുള്ള മരുന്നുകളാണ് പറഞ്ഞതെല്ലാം. ആ രീതിയിൽ നോക്കിക്കാണുകയാണെങ്കിൽ
ഫലപ്രദമാണ്. പിന്നെ അത് പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ കൊടുക്കുന്ന കുറേ മരുന്നുകളും പറഞ്ഞു വന്നേ ഉള്ളൂ. അത് ക്ലിയറായോ എന്നറിയില്ല. ചികിത്സാ പ്രയോഗങ്ങളിൽ ദശപുഷ്പങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകുന്നതെന്ന് അറിയാൻ സാധിച്ചു. ഒന്ന് വിശദീകരിക്കാമോ? സ്ത്രീ രോഗങ്ങളിലെല്ലാം വളരെ ഫലപ്രദമായി കണ്ടിട്ടുള്ളതാണ് ദശപുഷ്പങ്ങൾ. ഞങ്ങൾ എടുത്തു നോക്കിയിട്ടുള്ളതിൽ ഏറ്റവും ഫലപ്രദം സ്ത്രീകൾക്ക് വരുന്ന രോഗങ്ങളിലാണ്. അതിൽ ക്യാൻസറിൽ ഞാൻ പറയേണ്ടതായിരുന്നു, ചോദ്യം വന്നതുകൊണ്ടാണ് ഓർമ്മ വന്നത്. ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നത് പൂവാങ്കുറുന്തിലയാണ്. അതിൻ്റെ പേര് സഹദേവി. വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് രക്തവികാരങ്ങളിലും വളരെ ഫലപ്രദമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അധികം ബ്ലീഡിംഗ് ഒക്കെ വന്നാൽ മുയൽച്ചെവിയനും മുക്കുറ്റിയും പൂവാൻകുറുന്തലയും അങ്ങേയറ്റം ഫലപ്രദമാണ്. അതിൽ മുക്കുറ്റി പൊക്കിളിൽ ഒഴിച്ചാലും മതി, അധികം ബ്ലീഡിങ് വരും. അനങ്ങാതെ കിടന്നിട്ട് പൊക്കിളിൽ ഒഴിച്ചാൽ തന്നെ ബ്ലീഡിങ് സാമാന്യന് നിൽക്കും. വളരെ ശമനകാരിയായിട്ടുള്ളതാണ്. അത് ശമിപ്പിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കണം. മുമ്പ് പറഞ്ഞ പോലെ ബ്ലഡ് അശുദ്ധമാണോ എന്നൊന്ന് നോക്കണം. പഴയ അതിനുള്ള ടെസ്റ്റ് അതൊന്ന് കാക്കയ്ക്കോ പട്ടിക്കോ എന്തെങ്കിലും ഒരു ഇതിൽ ഇട്ടുകൊടുത്താൽ അവ കഴിക്കുന്നില്ലെങ്കിൽ അത് അശുദ്ധമാണ് എന്ന് കണ്ടറിഞ്ഞിട്ട് അത് പോകാൻ അനുവദിക്കണം. അപ്പോൾ പോകാൻ പര്യാപ്തങ്ങളായ ഗുന്മവികാരങ്ങൾക്ക് പറ്റിയ കഷായാദികൾ എന്ന് പറഞ്ഞാൽ സപ്തസാരം, ചിരുവില്ലുവാദി ഇവയൊക്കെ കൊണ്ട് ആവശ്യത്തിന് പോയിട്ട് പുറകെ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. മറിച്ച് ഓവറായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ശുദ്ധരക്തം തന്നെയാണ് പോകുന്നത് എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു അപകടസന്ധിയിൽ നിർത്താൻ ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ വിദ്രധിക്ക് സ്തനവിദ്രധി, തന്നെ ഉദരവിദ്രധി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉദരവിദ്രധി, അതിൽ പൂവാൻകുറുന്തലയും എല്ലാ ദശപുഷ്പവും ഫലപ്രദമാണ്. അന്നഭേദി ചേർത്താണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. അന്നഭേദി, ചെമ്പ്രാവള്ളിക്കിഴങ്ങ്, ഈ ദശപുഷ്പങ്ങളിൽ പെട്ടത് ചേർത്ത് കൊടുത്താൽ വളരെ ഫലപ്രദമാവും. അതിൽ ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് മുയൽച്ചെവിയനാണ്. സെർവിക്കൽ സ്പോണ്ടിലോസിസിന് അത് മാത്രം മതി. രാസ്നാദി ചൂർണം ചേർത്തരച്ച് നെറുകയിൽ തളമിടുകയും അത് കൊണ്ട് അതിൻ്റെ ആ ചണ്ടി കൊണ്ട് സെർവിക്കൽ പോർഷനിൽ ഒന്ന് തടവുകയും ചെയ്താൽ തന്നെ ശമനം കിട്ടുന്നതാണ് പെട്ടെന്ന്. ശോധനാ ദ്രവ്യങ്ങളായ കഷായങ്ങൾ, അതുപോലെ തന്നെ മിശ്രക സ്നേഹം, ഇവയൊക്കെ കൊടുത്ത് നിയതമായി ഏറ്റവും നല്ലത് ഗന്ധർവഹസ്താദി കഷായവും ഗന്ധർവഹസ്താദി ആവണക്കിണ്ണയും ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ടാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. കാരണം അവിടെ അഗ്നിയും കുറച്ച് നന്നാവുകയും ചെയ്യും. അർബുദത്തിൽ രുദ്രാക്ഷത്തിന്റെ പ്രയോഗം പറഞ്ഞിരുന്നു. അത് ഏതൊക്കെ രീതിയിലാണ്? ഇത് ബ്രെയിനിൽ വരുന്നതിനാണ് ഏറ്റവും ഫലം ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും അപസ്മാരത്തോടുകൂടി വരുന്നതാണെങ്കിൽ വളരെ ഫലപ്രദമാണ്. അതിന് രുദ്രാക്ഷം ഒരു 400 ഗ്രാം, വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വേര് ഒരു 400 ഗ്രാം, ഒരു 50 ഗ്രാം വയമ്പ്, ഒരു 50 ഗ്രാം വയമ്പ്. കഫജ അവസ്ഥയിലാണെങ്കിൽ വയമ്പും 400 ഗ്രാം എടുക്കാം. അവിടെ കടന്നിട്ടുള്ളതായിരിക്കും മിക്കവാറും രോഗികളെ ലഭിക്കുന്നത്. ആയുർവേദത്തിന് ലഭിക്കുന്നത് ഇഷ്ടലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞേ ലഭിക്കുകയുള്ളൂ. അതിനിപ്പുറം ശ്രമിച്ചാലൊന്നും ഇപ്പം കിട്ടില്ല. അതുകൊണ്ട് 50 ഗ്രാമിൽ കൂടുതൽ വയമ്പ് ചേർക്കണ്ട. എന്നാൽ ഇഷ്ടലക്ഷണമൊന്നും ആകാതെ കഫജാവസ്ഥയിൽ കിട്ടുകയാണെങ്കിൽ വയമ്പിന്റെ അളവ് കൂട്ടാം. സാധാരണഗതിയിൽ ഛർദ്ദിക്കില്ല. മറ്റത് ചിലപ്പം ഛർദ്ദനം കൂടുതലായി വരാൻ ഇടയുണ്ട്. ഇനി അഥവാ ഛർദ്ദിക്കുകയാണെങ്കിലും കഫമേ ഛർദ്ദിച്ചു പോവുള്ളൂ, വേറൊന്നും പോവില്ല. അതുകൊണ്ട് അത്തരം അവസ്ഥയിൽ വയമ്പിന്റെ അളവ് ഒരല്പം കൂട്ടിയാൽ കുഴപ്പമില്ല. അല്ലാത്തിടത്താണെങ്കിൽ വയമ്പിന്റെ അളവ് കുറച്ച് മതി. 4, 4, അല്ലെ 8, 8, 1 എന്ന കണക്കിന് പൊടിച്ചിട്ട് സൂക്ഷ്മചൂർണമാക്കി 1 ടീസ്പൂൺ വീതം തേനിലോ നെയ്യിലോ ചാലിച്ചു കൊടുത്താൽ നല്ലതാണ്. കാലികമായി വരുന്ന പനികൾ, ഉദാഹരണം ചിക്കൻ ഗുനിയ, ഇവയുടെ ചികിത്സാക്രമവും വരാതിരിക്കുവാനും ചെയ്യേണ്ട മുൻകരുതലുകളും അന്വേഷിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ശരകം വിമാനസ്ഥാനത്തില് ജനപദോധ്വംസക രോഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് വന്നുപോയ
അമ്മാതിരി രോഗങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് അത് നടമാടുന്ന സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഔഷധം പോലും അപകടമായി തീരുമെന്നാണ് ആത്രേയാദികൾ പറയുന്നത്. ആത്രേയൻ പുത്രനോട് പറയുന്നുണ്ട്, രോഹിണി നക്ഷത്രത്തിന്റെ ഗതി കണ്ടില്ലേ, അതുകൊണ്ട് സംഗതി പെശകാണ് കാണുന്നത്. പുത്ര, നേരത്തെ ഔഷധം ശേഖരിച്ചു വയ്ക്കൂ, വരാനിരിക്കുന്നത് വിപത്താണ്. ജനപദധ്വംസക രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് അത്ര കാര്യമായ പഠനങ്ങളില്ലെന്നാണ് എൻ്റെ ധാരണ. ചരകം വിമാനസ്ഥാനം നന്നായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം മുമ്പ് വന്നത് ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഇവ പല കാരണങ്ങളെന്ന് ഉപയോഗിച്ചത് ദിനാന്തരീക്ഷസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, ഋതുഭ്രംശങ്ങൾ, ഇവയ്ക്കെല്ലാം ഉപരി മനുഷ്യന്റെ ഇടപെടൽ, ശാസ്ത്രകാരന്മാരുടെ ഇടപെടൽ. ഒന്ന്, വായുമണ്ഡലത്തിലും ദ്യോവിലും, അതായത് ശൂന്യാകാശത്തിലുമെല്ലാം ഒട്ടുവളരെ ഉപഗ്രഹങ്ങൾ കറങ്ങുകയാണ്. അവ ഉണ്ടാക്കുന്ന റേഡിയേഷൻസ് ഓരോ സമയങ്ങളിൽ, ഒട്ടുവളരെ ശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടൽ, ഇവയൊക്കെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വരുന്ന താപവും അതാണെന്ന് തോന്നും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പനി, അതിന് കൊടുത്തു പരിചയമുള്ളൊരു ഔഷധം ഞാൻ പറയാം. അത് വളരെ ഫലപ്രദമാണ്. കിരിയാത്ത്, കൊത്തമല്ലി, ദേവതാരം, ചുക്ക്. അത് കഷായം വെച്ചു കൊടുത്താൽ ആ വകുപ്പിൽപ്പെട്ട എല്ലാ പനികളും ഞങ്ങൾക്ക് ശമിച്ച് കിട്ടിയിട്ടുണ്ട്. സമയത്ത് കേരളത്തിലുടനീളം നോട്ടീസ് അടിച്ച് തന്നെ ഇത് വിതരണം ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങളിത് കഴിച്ചാൽ മതി. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. പല സ്ഥലങ്ങളിലും ആ രംഗത്തുള്ള പ്രഗത്ഭരായ വൈദ്യന്മാർ തന്നെ ആ യോഗം നോക്കിയിട്ട് ഒരു സംശയമേ ചോദിച്ചുള്ളൂ, അതിനകത്ത് ചുക്കെന്തിനാണ്. ബാക്കിയുള്ളതിനെക്കുറിച്ച് അവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ആ ചേരുവയിലെ ചുക്ക്, കാരണം ഹൃദയത്തെ ആ പനി ബാധിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൽ ചുക്ക് ചേർക്കാനായിട്ട് നിർബന്ധമായി തീരുമാനം പറഞ്ഞത്. കാരണം ചിക്കൻ ഗുനിയ വന്നതിലെല്ലാം സന്ധികളിൽ നീര് കാണാറുണ്ട്. അപ്പോൾ അത് ഹൃദയത്തെ കുറച്ച് ബാധിച്ചിട്ടാണ്. അപ്പം ആ സമയത്ത് ചുക്ക് അത് മാറ്റി കിട്ടും. ലിവറിലേക്ക് വരുന്നത് എകൃത്തിന് കിരിയാത്ത് വളരെ ഫലപ്രദമായി കിട്ടും. ജ്വരത്തിന്റെ പശ്യമാനാവസ്ഥയിലും മറ്റും ദേവതാരത്തിന് നല്ലൊരു പ്രയോഗമുണ്ട്. ഇങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ആ യോഗം കണ്ടെത്തിയത്. വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ മുട്ടിന് കണ്ടമാനം നീര് വരുന്നുണ്ടെങ്കിൽ പാണലിന്റെ ഇലയും ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അതൊരു പഴയ യോഗത്തിൽ നിന്നാണ്. പാണലിന്റെ ഇല പിഴിഞ്ഞ നീര് പാണൽ വേരിന്മേൽ തൊലി അരച്ച് കൽക്കനാക്കി എള്ളെണ്ണ കാച്ചി എടുത്തിട്ട് സേവിപ്പിച്ചാൽ മെനിസ്കസിന്റെ പ്രശ്നങ്ങൾ, പിന്നെ കാർട്ടിലേജിന്റെ പ്രശ്നങ്ങൾ, മുട്ടിൽ വരുന്ന നീര് മുതലായവ പെട്ടെന്ന് മാറാറുണ്ട്. പുരട്ടാനായിട്ട് അയനിച്ചക്കയുടെ നീരിൽ ചുക്കരച്ച് പുരട്ടുക, അല്ലെ മുലപ്പാലിൽ അരച്ച് പുരട്ടുക. രണ്ടും കൂടി ആവുമ്പോൾ വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അതൊക്കെ പഴയ പ്രയോഗങ്ങളാണ്. മണ്ഡലിവിഷൻ സർജറിയെടുത്ത് സ്പ്രേ ചെയ്യാൻ പറഞ്ഞത് ഏത് കണ്ടീഷനിലാണ്? ദുഷ്ടവണത്തിൽ ഹരിതാരത്തിന് മണ്ഡലിവിഷൻ തുല്യഗുണമെന്ന് പറയുന്നുണ്ട്. ഹരിതാരം ഉപയോഗിക്കാം? തീർച്ചയായും ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഹരിതാലം തളകല്ലേ ഉദ്ദേശിക്കുന്നത്? ചോദ്യകർത്താവ് തളകം തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അത് വളരെ ഫലപ്രദമാണ് ആ പ്രയോഗം. അത് യോഗത്തിലുള്ളതാണ്. വളരെ ഇതായിട്ട് പറയുന്നവരണോ എവിടെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഞാനത് വായിച്ചിട്ടുണ്ട് ആ യോഗം. അത് നിങ്ങൾ അറിയാതെ പറഞ്ഞതാണെങ്കിലും അറിഞ്ഞു പറഞ്ഞതാണെങ്കിലും ആ ഹരിതാല ഭസ്മം, അതായത് പാഷാണമെല്ലാം അതിന് നല്ലതാണ്. നവപാഷാണവും നല്ലതാണ്. പാഷാണങ്ങളെല്ലാം അതിന് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഹരിതാലം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. ശുദ്ധി കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമെന്ന് മാത്രമേ അതിന് അഭിപ്രായം പറയേണ്ടി വരുന്നുള്ളൂ. മറ്റേ സ്പ്രേ ചെയ്യാൻ പറഞ്ഞത്, ഞങ്ങൾ ഒരിക്കലൊരു പരീക്ഷണം നടത്തി നോക്കിയാണ്. കുറച്ച് പാമ്പുകളെ വളർത്തിയിരുന്നു. അപ്പം എല്ലാ വർഷവും കളക്ട് ചെയ്തിരുന്നു. പിന്നെ അത് വളരെ അപകടകരമാണ് ആ പരീക്ഷണത്തിന്റെ പോക്ക് എന്ന് വന്നതുകൊണ്ട്. കാരണം ഗവൺമെന്റിന്റെ അനുമതിയോടെ കുറച്ച് ട്രാപ്പിംഗ് ലൈസൻസും ഒക്കെ എടുത്ത് കുറേ എണ്ണത്തിനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളർത്തിയിരുന്നു.
ഡെസിക്കേറ്ററിൽ വെച്ചെടുക്കുന്ന ഒരു മെത്തേഡും വളരെ പേറ്റന്റായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ, കാരണം അണലിയുടെ വിഷബാധയേറ്റ വ്രണത്തിന് ക്യാൻസർ വ്രണത്തോട് വളരെ സാദൃശ്യം കണ്ടതുകൊണ്ടാണെന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. മാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയെന്നുണ്ട്, മൂഷിക വിഷവും ക്യാൻസറായി വരാറുണ്ട്. അടുത്തിടയിലും ഒരു സ്ത്രീയെ കണ്ടിരുന്നു, കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരുമാതിരി നന്നായി മാറുകയും ചെയ്തു. പിന്നീട് വരെ ഒരു ബുദ്ധിമുട്ടിൽപ്പെട്ടാണ് അവർ മറ്റു ചില രോഗങ്ങൾ അനുബന്ധമായി ഒന്നാണ് മരിച്ചുപോയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുബന്ധ രോഗങ്ങളാലാണ് പലപ്പോഴും മരണം ഉണ്ടാകുന്നത്. മൂഷിക വിഷവും ഈ രീതിയിലേക്ക് പരിണമിക്കാറുണ്ട്. അതിലൊരു ചെറിയ പാകപ്പഴ പറ്റിയോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. കാരണം അതിന് ഏറ്റവും ഫലപ്രദമായ ഔഷധം പുകയറയാണ്. ഏറ്റവും നല്ലത് പുകയറയാണ്. പുകയറ മോരിൽ കഴിച്ച് വെള്ളത്തിലിറങ്ങിയെന്ന്, കഴുത്തറ്റം വെള്ളത്തിലിറങ്ങിയെന്ന് കഴിക്കാനാണ് പ്രാചീനർ പറയുന്ന പ്രയോഗം. നിങ്ങൾക്കത് അറിയാൻ, നിങ്ങൾ ഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ വേണ്ടത്ര ശോധന പറഞ്ഞതുപോലെ ചെയ്തുവോ എന്ന് ഞങ്ങൾക്ക് പിന്നീട് സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ ഫലപ്രദമാണ്. അതുപോലെ ഇതിന്റെ കാര്യത്തിലും അല്പം എടുത്ത് വളരെ ഡയല്യൂട്ടഡ് ആയിട്ടുള്ളൊരംശം ചെറിയ ചെറിയ കലകളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് ഒബ്സർവ് ചെയ്തിരുന്നാൽ കൂട്ടത്തിൽ മണ്ഡരി വിഷത്തിന് കൊടുക്കാവുന്ന മരുന്നുകൾ, ക്രിയാകൗമുദി മുതലായ രോഗങ്ങളിൽ നിന്ന് കരുതിയും കൂടെ വെച്ചാൽ, പാടക്കിഴങ്ങ് വളരെ നല്ലതാണ്. മറ്റേ മാതള നാരങ്ങ, ഇവിടെ മാതള നാരങ്ങ എന്ന് പറയുന്നതും വടക്ക് പറയുന്നതും രണ്ടാണ്. ദാടിമാതളം അതിനെയാണ് ഉദ്ദേശിക്കുന്നത്, മറ്റേ ഗണപതി നാരങ്ങയല്ല. ആ ദാടിമാതളത്തിന്റെ വേര് വളരെ ഫലപ്രദമാണ്. പിന്നെ പാമ്പ് വിഷങ്ങളിൽ പൊതുവെ മൂർഖവിഷത്തിലാണ് മുഖ്യമായി കൊടുക്കുന്നതെങ്കിലും പെരിങ്ങലത്തിന്റെ തളിരില മൂർഖന്റെ വിഷത്തിൽ വളരെ ഫലപ്രദമാണ്. പാലിൽ കാച്ചി കൊടുത്താൽ മതി. നിങ്ങൾക്കത് പരീക്ഷിച്ചു നോക്കാൻ എളുപ്പവഴി, ഈ പാടക്കിഴങ്ങ് വെള്ളിക്കെട്ടന്റെയും മറ്റത് മൂർഖന്റെയും വിഷത്തിന് നല്ലതാണോ എന്നറിയാൻ ഒരു പട്ടിയെ കടിപ്പിച്ചിട്ട് നിങ്ങൾ കൊടുത്തു നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. അതാണ് ആധുനിക രീതിയിലുള്ള ടെസ്റ്റ്. ഒരു നാടൻ പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് മെല്ലെ സിറിഞ്ചിലൂടെ അല്പം വിഷം അതിന് കയറ്റിയിട്ട് ഒരു ഡോസ് കണക്കാക്കി മൃത്യുകാരണമായ ഡോസ് കയറ്റിയിട്ട് മെല്ലെ കൊടുത്തു നോക്കുക. ട്യൂബിട്ടേക്കുക നേരത്തെ കഷായമൊക്കെ കൊടുക്കാൻ, കാരണം കിടന്ന് വെള്ളം വെക്കാതിരിക്കാൻ. എന്നിട്ട് കൊടുത്തു നോക്കിക്കഴിഞ്ഞ് ഫലപ്രദമായി മാറിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മനുഷ്യനിൽ ചെയ്താലും മതി. അത്ര കണ്ട് ഫലപ്രദം അവിടം വരെ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണത് ഉറപ്പിച്ച് പറയുന്നത്. പിന്നെ ആ പണിയൊക്കെ തിരക്കിൽ ചെയ്യേണ്ടതല്ലാത്തതുകൊണ്ടും, അത് മുമ്പ് പറഞ്ഞ പോലെ വ്യാവസായികമായി ചെയ്യുമ്പോൾ എന്തും ചെയ്യാം. പക്ഷേ ഒരു ഗവേഷണമെന്ന നിലയിൽ ചെയ്യുമ്പോൾ നമ്മൾ അടിസ്ഥാന ആശയങ്ങളോട് നീതി പുലർത്തിയും അടുത്ത തലമുറയ്ക്ക് അത് പഠിക്കാൻ പാകത്തിനും ഒക്കെ തന്നെ വർണ്ണിച്ചു പോകേണ്ടി വരും. ഇവിടെ ആശുപത്രിയിൽ കൗമാരബന്ധ വിഭാഗത്തിൽ നിരവധി പേർ ഓട്ടിസം, മസ്കുലർ ഡിസ്ട്രോഫി എന്നീ രോഗങ്ങൾക്ക് ചികിത്സ തേടി വരുന്നുണ്ട്. ഇവ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമോ? ചികിത്സാക്രമം അനുഭവിക്കുന്നുണ്ടോ? മാറുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വിശ്വാസമല്ല, ഉറച്ച അനുഭവം. അമേരിക്കയിലെ അവിടെ ഡയഗ്നോസ് ചെയ്ത ഒരു കുട്ടിയുടെ അമ്മ ഡോക്ടറാണ്, മോഡേൺ മെഡിസിനൽ ഡോക്ടറാണ്. അച്ഛൻ IT-യിലാണെന്നാണ് എൻ്റെ ഓർമ്മ. തിരുവനന്തപുരമാണ് സ്വദേശം. അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ മുമ്പ് അടിസ്ഥാനം മൗലികമായി വായിച്ച ബീജ ഭാഗത്തു വരുന്ന ദോഷദുഷ്ടികൾക്ക് പറയുന്ന ചരകത്തിലെ ഔഷധങ്ങൾ മെല്ലെ കൊടുത്ത് ശോധനാദി കാര്യങ്ങളെല്ലാം കൃത്യമാക്കി കഴിഞ്ഞ് ദശമൂല നവനീതവും കൊടുത്തതൊന്ന് ദശമൂല നവനീതം. അത് വർത്തമാനം പറയാൻ പര്യാപ്തമാണ്. 2, ആദ്യം കൊടുക്കേണ്ടതല്ല, ആദ്യം കൊടുക്കേണ്ടത് ബലാരിഷ്ടത്തില് വർദ്ധമാന യോഗത്തില് ആവണക്കിന്റെ പരിപ്പ്. അത് നിങ്ങൾക്ക് ചെവി കേൾക്കുന്ന വർത്തമാനം പറയാത്ത കുട്ടികൾക്കും ഫലം കിട്ടുന്നതാണ്. ശ്രദ്ധിച്ചു കൊടുക്കണം. കുട്ടി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഛർദ്ദിക്കുന്നിടം വരെ കൊടുക്കരുത്. കൊടുക്കേണ്ടത് കറുത്ത പക്കത്തിൽ നിന്ന് വെളുത്ത പക്കത്തിലേക്ക് വരുമ്പോൾ കലകൾ വർദ്ധിച്ചു വരുമെന്ന് നിങ്ങൾക്കറിയാം. ചന്ദ്രന്റെ കല, അതിനുപയോഗിക്കുന്ന ഒരു പ്രയോഗം ആയുർവേദവും തന്ത്ര സങ്കല്പവും കൂടി ഒരുമിച്ചാണ്. കാരണം താന്ത്രിക സങ്കല്പപ്രകാരം പിണ്ടാണ്ടത്തില് സ്വാധിഷ്ഠാനത്തില് അഗ്നിയാണ്. അഗ്നിയുടെ
10 രശ്മികളാണ്. 10 രശ്മികൾ അഗ്നിയുടെയും ഹൃദയത്തിൽ സൂര്യന്റെയാണ്. ഇത് 12 രശ്മികളോട് കൂടിയതാണ്. സഹസ്രാരത്തിൽ 16 രശ്മികളോടുകൂടിയ ചന്ദ്രന്റെ കലയാണുള്ളത്. ഇതിനെ ആസ്പദമാക്കി ധാതുക്കൾക്കുള്ളൊരു ചികിത്സാ സമ്പ്രദായം ലളിതാ സഹസ്രനാമത്തിലുണ്ട്. നിങ്ങൾ അങ്ങനെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂലാധാരയിക നിലയ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതിൽ ഡാകിനി, ഹാഗിനി, രാഗിനി എന്നൊക്കെ തുടങ്ങി അധിഷ്ഠാതൃ ദേവതകളെ പറയുമ്പോൾ അവിടെ ചികിത്സയായി ത്വക്സ്ഥ പായസാന്ന പ്രിയ, പയോവികാരമുള്ള അന്നം. എല്ലിനാണ്. എല്ലിന് മുദ്ഗം, ചെറുപയർ. വാർദ്ധക്യമൊക്കെ വന്നാൽ പതിവായി രാത്രിയിൽ കഞ്ഞി കുടിക്കുമ്പോൾ അല്പം ചെറുപയർ വേവിച്ച് കഴിച്ചാൽ ആ ധാതു പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും. അതിന് മറ്റേ കാൽസ്യമുള്ള എന്തോ ടിൻ ഫുഡാ അതൊന്നും മേടിച്ച് കഴിക്കണമെന്നില്ല. അത്ര ഫലപ്രദമാണ്. അപ്പം ആ ഒരു സങ്കല്പവും കൂടി ചേർത്ത് വെച്ചിട്ട് 1 വീതം കൂട്ടി, അതായത് പക്കം മാറുമ്പോൾ ഇവിടുന്ന് കൂടിയാണ് ആ കൂട്ടി 15 വരെ കൊടുത്തിട്ട് പിന്നെ കുറച്ചു കൊണ്ടുവന്ന് ഒന്നിൽ അവസാനിപ്പിക്കുമ്പോഴേക്ക് അത് ബലാരിഷ്ടത്തിൽ കൊടുക്കണം. വളരെ ഫലപ്രദമാണ്. ചെറിയ തോതിലുള്ള ഏന്തും വലിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. ബിഹേവിയറിലും വളരെ മാറ്റം വരും. അതാണ് ആദ്യം കൊടുത്തത്. രണ്ടാമത് സാരസ്വതാരിഷ്ടം കൊടുത്തു. മൂന്നാമത് സാരസ്വത ഘൃതത്തിൽ തങ്കഭസ്മം കൊടുത്തു. ഇതൊക്കെ ദിവസങ്ങൾ കൊടുത്തു നോക്കി നിർണയിച്ചുകൊള്ളുക. ഇവ വളരെ ഫലപ്രദങ്ങളായാണ് കണ്ടത്. കുട്ടി വർത്തമാനം പറഞ്ഞു. ഇപ്പോൾ ആ സ്കൂളിലെ നല്ല വിദ്യാർത്ഥികളിൽ ഒരാളാണ്. അമേരിക്കയിൽ തന്നെയാണ് പഠിക്കുന്നത്. തിരുവനന്തപുരംകാരെങ്കിലും ഉണ്ടെങ്കിൽ ആളിനെ ഇപ്പം തന്നെ പരിചയപ്പെടുത്തി തരാം. തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കുട്ടിയുടെ വല്യമ്മയെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അധികം ദൂരമില്ലാതെ പോയി കാണാം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, സ്ഥലത്തിൻ്റെ പേരെന്തോ, തമ്പാനൂർ. തമ്പാനൂരൊരു സുബ്രഹ്മണ്യത്തിൻ്റെ 2 തിയേറ്ററുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഇട റോഡുണ്ട്, ഒരു പോട്ടീസ് ഹോസ്പിറ്റൽ ഹോട്ടലൊക്കെ പറയുന്ന. ആ ഇട റോഡെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചെറിയ റോഡെ അകത്തേക്ക് കയറിയാൽ 3ാമത്തെ വീടാണ് കുട്ടിയുടെ വീട്. ഒരു അഡ്വക്കേറ്റാണ്. അമ്മയുടെ അച്ഛൻ ഒരു കമ്പനിയുടെ GM ആയിട്ട് റിട്ടയർ ചെയ്തതാണ് കുട്ടിയുടെ അമ്മ, അമ്മയുടെ അമ്മ. ഇപ്പോൾ ഓട്ടിസമാണെന്ന് ഡയഗ്നോസ് ചെയ്തതോടെയാണ്. തീർത്ത് മാറിയിട്ടുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തതോടെ തന്നെയാണ്. പിന്നെ ആകെ ഒരു വൈകല്യം അവർ പറഞ്ഞത്, രണ്ടാമത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ബ്ലഡിൽ ഇന്ത്യൻ മെഡിസിൻ കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ അളവിൽ ലെഡിൻ്റെ കൂടുതൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അതും നിങ്ങളോട് പറഞ്ഞു തരണമല്ലോ. കാരണം എന്താ വെച്ചാൽ കൊടുത്ത മരുന്നിൽപ്പെട്ടതാകാം. സാരസ്വതാരിഷ്ടത്തിലോ മറ്റ് സാധനങ്ങളിലോ ലെഡിൻ്റെ അംശം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനൊരു വൈകല്യം അവർ പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായ ടെസ്റ്റ് നടത്തിയപ്പോൾ ആ ഒരു വൈകല്യം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അത് അപകടകരമാം വിധം ബ്ലഡിനെ കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട, കാലാന്തരത്തിൽ മാറിപ്പോകുമെന്ന് അവർ പറയുകയാണ് ചെയ്തത്. അതാണ് ഒരു ഇതായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തീർത്തു മാറിപ്പോകുമെന്നാണ് അനുഭവം പറയുന്നത്. ഓട്ടിസമൊക്കെ നല്ലപോലെ നമ്മൾ ശ്രദ്ധാപൂർവം, മിക്കവാറും ഓട്ടിസത്തിൽ കുട്ടിയുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താമസിപ്പിച്ചാൽ തന്നെ നല്ല കുറവ് കണ്ടുവരാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ചെറിയ ശാപം ആധുനികർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത ഒരമ്മ കുട്ടിയെ വളർത്തി, പ്രസവിച്ച് വളർത്തി, വിദ്യാഭ്യാസം ചെയ്യിച്ച് വലിയ ഉദ്യോഗവും നേടിക്കൊടുത്തിട്ട് അമ്മ വളർത്തിയത് ശരിയായില്ല എന്ന് ഇത്രയും സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയ്ക്ക് അഭിപ്രായമുണ്ട്. അപ്പം നീയൊന്ന് വളർത്ത് കാണട്ടെ എന്ന ആ കോശത്തിൻ്റെ ഒരു സങ്കല്പം ശരീരത്തിൽ പെട്ടുപോകുന്നതാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അതിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സ മാതാപിതാക്കളോടുള്ള കൃതജ്ഞതയും അവരെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പശ്ചാത്താപവും പ്രായശ്ചിത്തവും തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്. അൽഷിമേഴ്സിൽ എനിക്ക് ഫലം കിട്ടിയിട്ടില്ല, കുറവ് കിട്ടിയിട്ടുണ്ട്, പൂർണ്ണമായി മാറി കിട്ടിയിട്ടില്ല. കൊടുത്ത മരുന്ന് 1 തൃണ പഞ്ചമൂല നവനീതം, അത് കുറച്ച് പ്രയോജനം കിട്ടിയിട്ടുള്ളതാണ്.
പിന്നെ പാർക്കിൻസോണിസത്തിന് കൊടുക്കുന്ന അഷ്ടവർഗം കഷായത്തില് സുകുമാരഘൃതം ചെറിയ മാറ്റമൊക്കെ കണ്ടിട്ടുണ്ട്. ശിവാഗുളിക. അൽഷീമേഴ്സിലും മോട്ടോർ ന്യൂറോണിലും എനിക്ക് തോന്നുന്നത് പ്രഭാവജ രോഗങ്ങളാണ് എന്നാണ്. സുശ്രുതൻ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ റെഫർ ചെയ്തിട്ട് ചെയ്താൽ കുറെ കൂടെ ഫലം കിട്ടും. സമയം കുറവായതുകൊണ്ടാണ് ഞാനത് റെഫറൻസിന് നിങ്ങളോട് പറയുന്നത്. പ്രഭാവജ രോഗങ്ങളിൽ കേവല അചലവാദം എന്ന് സുശ്രുതൻ പറയുന്ന ഒരു ശാഖയുണ്ട്. അചലവാദം. മോട്ടോർ ന്യൂറോൺ അത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ജ്യോതിഷികൾ, ഭിഷഗ്വരന്മാർ, പിന്നെ സിദ്ധപുരുഷന്മാർ, ഇവര് ബഹുമാനിതരായ അച്ഛനമ്മമാർ, ഇവരൊക്കെ പറയുമ്പോഴുള്ള സംഭാഷണത്തിൽ ഭയം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു പരിണാമമാണ് ഇതെന്നാണ് അചലവാദത്തെക്കുറിച്ചുള്ള സുശ്രുത സങ്കല്പത്തിന്റെ വളരെ ലഘുവായ ഒരു വിവരണം. ഞാൻ ഏറ്റവും ലഘൂകരിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അചലവാദത്തിന്റെ പട്ടികയിൽ പെടുത്തുമ്പോൾ പ്രജ്ഞാപരാധത്തിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ വഴിയിൽ ചിന്തിച്ചാൽ അതിന് ഫലം കൂടുതൽ കിട്ടേണ്ടതാണ്. പിന്നെ അതിന് കൊടുത്തു നോക്കാവുന്ന ഒരു ഔഷധം തൊഴുകണ്ണി എന്ന് പറയുന്നതിന്റെ ഇല. ഇതിന്റെ കെമിക്കൽ ഇതൊക്കെ വെച്ച് ബ്രെയിനിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടതാണ്. ഭസ്മങ്ങളൊന്നും കൊടുക്കരുത്, അറിയാതെ പോലും. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പിന്നെ പൈത്തിക വികാരങ്ങളിൽ അവിടെ സാധക വിത്തത്തിന് വികാസം ഉണ്ടാകാൻ പര്യാപ്തമായ എല്ലാ ഔഷധങ്ങളും കൂടെ കൊടുത്തു നോക്കുന്നത് നല്ലതാണ്, മാറി മാറി. എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ സാധക വിത്തം അവിടെ മെറ്റബോളിസത്തെ വേണ്ട വിധത്തിൽ കൊണ്ടിയല്ലാത്തത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് സ്മൃതിക്ക് പറ്റിയ പഴയൊരു കവിതാ ചൂർണമൊക്കെ ഉണ്ട്. അതൊക്കെ ആ യോഗത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സ്മൃതി മേധകൾക്കുള്ള ഇതാണ്. ഇരട്ടിമധുരം തുടങ്ങിയ ഔഷധങ്ങൾ അതിന് ഫലപ്രദങ്ങളാണ്. വയമ്പ്, ഇരട്ടിമധുരം, ബ്രഹ്മി, ഇങ്ങനെയുള്ളതൊക്കെ ആ വഴിയിൽ സാധകവിത്തത്തെ സഹായിക്കാവുന്ന ഔഷധികളാണ്. അപ്പോൾ അവയെ ഒന്ന് കണക്കിലെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഫലം കിട്ടേണ്ടതാണ്. ഞങ്ങൾക്ക് ഉള്ള പേഷ്യൻസിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളായതുകൊണ്ട് അങ്ങോട്ട് കടന്നിട്ടില്ല. എങ്കിലും നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഊഹത്തിൽപ്പെട്ടതും കൂടെ പറഞ്ഞു തരുന്നുവെന്ന് കൂട്ടിയാൽ മതി. അത് പ്രയോഗിച്ച് നോക്കിയതല്ല. അതിൽ ഒരു രോഗി സുഖപ്പെട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾ കൊടുത്തത് മുമ്പ് പറഞ്ഞ ആടിന്റെ തലസൂപ്പ് തന്നെയാണ്. അത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അല്ല, ആയുർവേദം സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ അല്ല. വൈദിക ചികിത്സ സ്ട്രിക്റ്റ് വെജിറ്റേറിയനാണ്. അപ്പം നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലമുള്ള, കോശങ്ങൾക്കത് താങ്ങാൻ ശേഷിയുള്ള രോഗി വരുമ്പോൾ അവരോട് തിരിച്ച് പെട്ടെന്ന് വെജിറ്റേറിയൻ ആകണം എന്ന് പറയുമ്പോൾ നമ്മൾ സാൽമ്യത്തെ ആകെ മാറ്റിമറിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ രോഗിയുടെ സാൽമ്യവും കൂടെ പരിഗണിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. രോഗിയുടെ സാൽമ്യം പരിഗണിക്കാതെ, ഞാൻ വെജിറ്റേറിയനാണ്, ജന്മനാ വെജിറ്റേറിയനാണ്, എൻ്റെ പാരമ്പര്യം മുഴുവൻ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് അത്തരം ഔഷധങ്ങൾ മിക്കവാറും ആരെ കൊണ്ടെങ്കിലും ശരിപ്പെടുത്തിച്ചാണ് കൊടുക്കുന്നത്, ഏതെങ്കിലും കമ്പനിയോട് പറഞ്ഞിട്ട്. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയൊന്നും കൊടുക്കാറില്ല. അവർക്ക് കുറിച്ചു കൊടുക്കുകയാണ് പതിവ്. നിങ്ങൾ ശ്രദ്ധാപൂർവം ഉണ്ടാക്കണം, കഴിക്കണമെന്ന് പറയും. സംശയം തോന്നിയാൽ വിളിച്ചു പറയണമെന്ന് പറയും. കാരണം പല രോഗങ്ങളിലും രോഹിണി മത്സ്യം വളരെ അത്ഭുതകരമായ ഔഷധമാണ്. രോഹിണി മത്സ്യം, രോഹിണി മത്സ്യത്തിന്റെ പിത്തത്തിലരയ്ക്കുന്ന ഒട്ടേറെ മരുന്നുകളുണ്ട്. അതൊക്കെ വളരെ അത്ഭുത പ്രയോഗങ്ങളാണ്. പഴയ ഗ്രന്ഥങ്ങളിൽ തന്നെയുള്ളതാണ്, ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തന്നെയുള്ളതാണ്. എനിക്ക് തോന്നുന്നത് രോഹിണി ലക്ഷണം കൊണ്ട് നിങ്ങൾ ബ്രാൽ എന്ന് പറയുന്ന മത്സ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടുപഠിച്ചിട്ടുള്ളതേ ഉള്ളൂ, കേട്ടുപഠിച്ചിട്ടുള്ളതേ ഉള്ളൂ. പ്രയോഗിച്ചത് പരിചയം പോരാ. എന്നാൽ അതിന്റെ ഫലത്തെപ്പറ്റി പ്രയോഗിച്ച് പരിചയമുണ്ട്. എഴുതി കൊടുത്തിട്ട് അവൻ കഴിച്ചിട്ട് വന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്ട്രിക്റ്റായി വെജിറ്റേറിയനായി തുടരുന്നത് ആത്മവികാസത്തിനും ജന്മാന്തര ശുദ്ധിക്കുമൊക്കെ ആണെങ്കിൽ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആയിരിക്കുന്നതാണ് നല്ലത്.
കുറച്ചുകൂടെ നല്ലത് പഴങ്ങൾ മാത്രം കഴിക്കുന്നതാണ്, ആശ്രയദോഷം ഒട്ടുമില്ലാതെ. പക്ഷെ അത് എത്ര കണ്ട് പ്രായോഗികമാണ് എല്ലാവരിലും എന്ന് എനിക്കറിയില്ല, കുറേ പേർക്ക് പ്രായോഗികമാണ്. അതുകൊണ്ടത് നോക്കിക്കൊള്ളുക, ഇതാണ് അതിൻ്റെ വഴി. ഞാനതുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സാൽമി നോക്കി മത്സ്യവും മാംസവും കഴിക്കാൻ പറയാറുണ്ട്. അതായത് പേശി പോയ രോഗികളുണ്ട്, മസ്കുലർ അട്രോപ്പി, അതിൽ ആടിൻ്റെ പേശി തന്നെ കഴിക്കാൻ പറയാറുണ്ട്, നല്ല ഫലം കിട്ടാറുണ്ട്. അതായത് മസ്കുലർ അട്രോപ്പിയിൽ അമൃതപ്രാശകൃതം അകത്ത് കഴിക്കാനും ആടിൻ്റെ പേശിയുടെ മാംസവും ഞവരേരിയും കൂടെ വേവിച്ച് വെച്ച് കെട്ടാനും, പേശി പോയിടത്ത് വെച്ച് കെട്ടിയാൽ പേശി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ക്രിയാറ്റിനിൻ ഫോസ്ഫോ കൈനേസേക്ക് ഡിക്രീസ് ഉണ്ടാവും, അത് കൂടിയത് കുറഞ്ഞു വരും. പിന്നെ അതിൻ്റെ കൂടെ ബലാരിഷ്ടവും കൊടുത്ത് കൂട്ടത്തിൽ ആടിൻ്റെ ആ പേശി കഴിക്കാൻ പറയും. ഏത് അവയവത്തിനാണോ രോഗം ആടിൻ്റെ ആ അവയവം കഴിക്കാൻ ആളുകളോട് മറയൊന്നും കൂടാതെ പറയാറുണ്ട്. കാരണം 3-ലധികം കുട്ടികൾ യൂട്രസ് വളരാതെ ഓവറി വളരാതെ വന്നവരുണ്ട്. അവരോട് പറഞ്ഞത് ആടിൻ്റെ ഗർഭാശയം അരിയാറും ജീരകനാലും ചേർത്ത് നല്ലതുപോലെ കഷായം വെച്ച് ആ കഷായത്തിനകത്ത് ഇത് പുഴുങ്ങി വറ്റിച്ച് നല്ലപോലെ വെയിലത്തുണങ്ങി പൊടിച്ച് ആ പൊടി തേനി കഴിക്കാൻ പറയും. കഴിച്ചു കഴിയുമ്പോഴേക്ക് യൂട്രസ് വളരുന്നതായി കണ്ടിട്ടുണ്ട്. വളരെ ചൈൽഡ് സ്റ്റേജിലിരുന്ന യൂട്രസും മറ്റും വളരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും, അതിന് സംശയമൊന്നും വേണ്ട. അത് ചെയ്യാതെയാണെങ്കിൽ ഫലം കിട്ടും, പക്ഷെ വേറെ ചില രോഗങ്ങൾ അതിനൊക്കെ സൈഡായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതുകൊണ്ടാണെന്നൊന്നും ഏതായാലും ചെയ്യുന്നവനല്ലാതെ അനുഭവിക്കുന്നവൻ അറിയാനൊന്നും പറ്റില്ല. അതിൻ്റെ പാപം നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കോണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടെ പറഞ്ഞു കൊടുത്താൽ പാപം ഒഴിവാക്കാം. കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റില് കറുകയുടെ ഉപയോഗം, അത് ഒരുപാട് ഔഷധങ്ങൾ അതിൻ്റെ സൈഡ് എഫക്റ്റിൽ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് മുള്ളൻകീരയാണ്. മുള്ളൻചീരയാണ് അത്തരം കെമിക്കൽസിൻ്റെ എല്ലാം സൈഡ് എഫക്റ്റിൽ. ഒന്നാമത്തെ കാര്യം, മെറ്റാലിക് ഔഷധങ്ങൾ, കോബാൾട്ട്, പ്ലാറ്റിനം, ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മെറ്റാലിക്കാണ്. അതിന് ഏറ്റവും നല്ലത് മുള്ളൻചീരയും ചെറുചീരയുമാണ്. രസൌഷധങ്ങളുടെയും മറ്റും സൈഡ് എഫക്റ്റിലേത് വളരെ ഫലപ്രദമാണ് ചെറുചീര. അതുകൊണ്ട് അതാണ് ഏറ്റവും ഫലപ്രദം. കറുകയും കുറച്ചൊക്കെ പ്രയോജനം ചെയ്യും. പിന്നെ കീമോയ്ക്കൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ മരണം യുദ്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളൂ. ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധ പുസ്തകമുണ്ട്. മോഡേൺ മെഡിസിൻ്റെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പാശ്ചാത്യ നാട്ടിൽ വലിയ ബഹളം തന്നെ നടന്നു. കാരണം വെച്ചാൽ പബ്ലിഷ് ചെയ്യുന്നതിനെതിരായും അദ്ദേഹത്തിനെതിരായും അദ്ദേഹം അത് അമേരിക്കൻ CDCയിൽ വെക്കുകയും എ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് പഠിച്ചു നോക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു പദമുണ്ട്. അതിൻ്റെ ഇൻട്രഡക്ഷനിൽ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ശാസ്ത്രത്തിൽ ഭാഗികമായ സത്യങ്ങളെ കൂടെ സത്യമായി അംഗീകരിച്ചിട്ടുണ്ട്. ഞാനാകട്ടെ ഈ കേസ് ഹിസ്റ്ററി പഠനത്തിൽ ഭാഗികമായ ഒന്നും സ്വീകരിച്ചിട്ടില്ല. പൂർണ്ണമായി സത്യമാണ്, നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ കൊല നടത്തിയിട്ടുണ്ട് എന്ന് പൂർണ്ണമായി സത്യമായവ മാത്രമേ ഞാനിതിൽ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അവശ്യം ആയുർവേദ വിദ്യാർത്ഥികൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പ്രിസ്ക്രിപ്ഷൻ ബൈ ഡെത്ത്. പുസ്തകം കിട്ടിയില്ലേ പറഞ്ഞാൽ മതി, കാരണം ബുദ്ധിമുട്ടില്ല. കാരണം അങ്ങനെയുള്ളതൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് നമ്മൾ ഈ ആദ്യത്തെ അഡ്മിഷൻ്റെ ആദ്യത്തെ ഭാഗത്ത് MBBS കിട്ടാത്തതിൻ്റെ ദുഃഖമൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും.